ഹായ് ആൾ, വെൽക്കം ടു ടെക് പി എസ് സി. ടെക് പി എസ് സിയിലെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 സബ് എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റിലോട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ജൂലൈ 30 എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് കേരള വാട്ടർ അതോറിറ്റിയിലോട്ടുള്ള ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ എന്നുള്ള ഈ ഒരു പോസ്റ്റിലോട്ടുള്ള നോട്ടിഫിക്കേഷൻ ഓൾറെഡി നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട്. സോ ആ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അതിന്റെ സിലബസ് എന്താണ്, നമുക്ക് എത്രയാണ് കാറ്റഗറി നമ്പർ, പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നോട്ടിഫിക്കേഷന്റെ ഇത്തവണ വിളിച്ചിട്ടുള്ള കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 79-079/2026 ആണ് നമ്മുടെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. സോ ക്വിക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, 079/2026 എന്ന് അടിച്ചിട്ട് നമുക്ക് ക്വിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിപ്പാർട്ട്മെന്റ് വരുന്നത് കേരള വാട്ടർ അതോറിറ്റി. നെയിം ഓഫ് ദി പോസ്റ്റ് എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റാണ് വരുന്നത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 36,500 മുതൽ 89,000 വരെയാണ് അതിന്റെ ഒരു സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണ് അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. സോ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അതിലൊരു ഡേറ്റ് കൂടി ഓൾറെഡി കൊടുക്കാറുണ്ട്. അപ്പോൾ 2/1/1986 അതെ 1/1/2008 രണ്ട് ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. അതിലിടയിലാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ നിങ്ങൾക്ക് നോർമൽ ജനറൽ കാറ്റഗറിയിലെ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നോർമലി PSC നൽകുന്ന OBC SC ST കാർക്കുള്ള 3 ഇയർ 5 ഇയർ റിലാക്സേഷൻ ഈ ഒരു പോസ്റ്റിനും അപ്ലിക്കബിൾ ആണ്. നെക്സ്റ്റ് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അടുത്തൊരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ്. ആർക്കൊക്കെ ഈ എക്സാം എഴുതാൻ പറ്റും അല്ലെങ്കിൽ ആർക്കൊക്കെ ഈ പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ നോർമലി പറയാറുള്ള എന്താണ്, SSLC ആണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയാറുള്ളത് അല്ലേ. സോ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ട് ക്വാളിഫിക്കേഷൻ ആണ് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായത്. നമ്മൾ തൊട്ട് മുന്നുള്ള വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഈ രണ്ട് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കും എഴുതാൻ പറ്റും. അത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗും ഉള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സിവിലോ മെക്കാനിക്കലോ ഡിപ്ലോമ കഴിഞ്ഞ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെപ്റ്റംബർ 2 ആണ്. സെപ്റ്റംബർ 2, 2026 ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് ഒരു മാസത്തോളം സമയമുണ്ട്. ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് മന്ത് മൊത്തം സമയമുണ്ട്. നിങ്ങൾ എന്തായാലും ലാസ്റ്റ് ഡേറ്റിലോട്ട് വെക്കാതെ അതിന് മുന്നോടിയായിട്ട് തന്നെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾ ഉണ്ടായിരിക്കും, ഡിപ്ലോമ സിവിൽ അല്ലെങ്കിൽ ഡിപ്ലോമ മെക്കാനിക്കൽ ജസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ആളുകൾ ഉണ്ടാവും. കഴിഞ്ഞ ഒരു മാസം മുന്നെയാണ് റിസൾട്ട് വന്നിട്ടുള്ളത്. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഡിപ്ലോമ കഴിഞ്ഞ ആളുകളെ വെച്ചിട്ട് ഏറ്റവും മികച്ച ഒരു പോസ്റ്റാണ് എന്ത്, ഈ ഒരു പോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ നല്ലൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. ആ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ പുതുതായിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ്. ഇതിന് മുന്നേ ഈ എക്സാം എന്നാണ് വിളിച്ചത് അല്ലെങ്കിൽ ഈ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. സോ കാറ്റഗറി നമ്പർ 451/2020 നമ്പറിലാണ് എന്ത് വന്നിട്ടുള്ളത്, ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. 2020 451 എന്നുള്ള കാറ്റഗറിയിലാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. അതിന്റെ എക്സാം നടന്നത് 2023 2023 ജൂലൈ 12 അതിന്റെ എക്സാം നടന്നത്. ടോട്ടൽ ആളുകൾ അപ്ലൈ ചെയ്തിരുന്നത് 41,842 പേരായിരുന്നു അപ്ലൈ ചെയ്തിരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താണ് ഇവിടെ സിവിൽ വരുന്ന ആളുകളും അതേപോലെ തന്നെ മെക്കാനിക്കൽ വരുന്ന ആളുകളും അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ആളുകളും അതിന് ഹയർ ആയിട്ടുള്ള ആളുകളും ഇതിലുണ്ടായിരിക്കും. സിവിലും മെക്കാനിക്കലും ഡിപ്ലോമ മാത്രമല്ല, അതോടൊപ്പം തന്നെ നമ്മൾ PSC എപ്പോഴും പറയുന്ന പോലെ ഇക്വലന്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളതോ. അപ്പോൾ മെക്കാനിക്കൽ ഡിപ്ലോമയ്ക്ക് പകരം മെക്കാനിക്കൽ BTech ഉള്ള ആളുകൾ, സിവിൽ ഡിപ്ലോമയ്ക്ക് പകരം സിവിൽ BTech ഉള്ള ആളുകൾക്കും ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അപ്ലിക്കേഷൻസിന്റെ കൗണ്ട് 2 ബ്രാഞ്ചിൽ നിന്നും കൂടി ഉള്ളതാണ് കൗണ്ട് വരുന്നത്. ഇതിന്റെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ്, അതായത് 2023 എക്സാം നടന്ന് 2023 ജൂലൈയിൽ എക്സാം നടന്ന് 2024 ജൂലൈ 18 ഇതിന്റെ നിലവിലെ റാങ്ക് ലിസ്റ്റ് വന്നത്. 3 വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരുന്നത് അല്ലെ. അപ്പൊ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നത് 2027 ജൂലൈ 17 റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുന്നത്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ കൃത്യമായിട്ട് പറഞ്ഞാൽ 1 വർഷമാണ് ഇപ്പൊ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ഉള്ളത്.
ടോട്ടലി 297 പേരായിരുന്നു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 63 അതിന്റെ കട്ട് ഓഫ് മാർക്ക് വന്നിരുന്നത്. ലാസ്റ്റ് 2026 ഏപ്രിൽ 1 വരെ ഏകദേശം അഡ്വൈസ് നോക്കുകയാണെങ്കിൽ 125 അഡ്വൈസസ് നിലവിൽ പോയിട്ടുണ്ട്. 297 പേര് മെയിൻ ലിസ്റ്റിലുള്ളതിൽ 125 പേരോളം അഡ്വൈസ് നിലവിൽ പോയിട്ടുണ്ട്. സോ ഒരു വർഷം കൂടിയും റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ആ ഒരു വർഷം റാങ്ക് ലിസ്റ്റ് കഴിയുമ്പോഴേക്കും ഈ ഇപ്പൊ വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷന്റെ അടുത്ത വർഷം എക്സാം ഉണ്ടായിരിക്കും. ആ എക്സാം കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും അതിന്റെ എന്ത് നടക്കുന്നുണ്ടായിരിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരിക്കുക. അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ എക്സാം സ്റ്റേജ് ആണ്. എക്സാം സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റേജ് ആയിട്ടാണ് എക്സാം വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് OMR ബേസ്ഡ് ആയിട്ടുള്ള റിട്ടൺ എക്സാം ആയിരിക്കും. 100 മാർക്കിന്റെ എക്സാം ആണ് ഉണ്ടായിരിക്കുക. ഇതിന്റെ സിലബസും കാര്യങ്ങളും നമ്മൾ നെക്സ്റ്റ് ഒരു സ്ലൈഡിലായിട്ട് ഇതാക്കാം. അതിനുശേഷം നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കാര്യങ്ങളും ആയിരിക്കും നമുക്ക് അടുത്തൊരു സ്റ്റേജ് ആയിട്ട് ഉണ്ടായിരിക്കുക. ഇപ്പൊ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വാളിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിവിൽ കഴിഞ്ഞ ആളുകൾക്കും ഡിപ്ലോമ മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകൾക്കും അല്ലെ, ഡിപ്ലോമ ക്വാളിഫിക്കേഷനിലെ സിവിൽ കഴിഞ്ഞ ആളുകൾക്കും മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകൾക്കും ഈ എക്സാം എഴുതാമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ സിലബസിനെയും 50-50 ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 100 മാർക്കിലെ 50 മാർക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഭാഗത്തു നിന്നും 50 മാർക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഭാഗത്തു നിന്നും ആയിരിക്കും നമുക്ക് എന്തുണ്ടാകുക, സിലബസിൽ വരുന്നുണ്ടാകുക. അപ്പൊ ജസ്റ്റ് സിലബസിന്റെ ഒരു ഓവർവ്യൂ നോക്കാം, ഏതൊക്കെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇപ്പൊ ഫസ്റ്റ് മെക്കാനിക്കലിന്റെ ഭാഗത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് വിത്ത് യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ് എന്നുള്ള ഭാഗത്ത് നിന്ന് ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ നമുക്ക് ഇവിടെ ടോപ്പിക് എന്താണെന്നും കൊടുത്തിട്ടുണ്ട്, എത്ര മാർക്കിന് എന്താണെന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന ഏരിയയിൽ നിന്നും 9 മാർക്ക്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന്റെ ഏരിയയിൽ നിന്നും 10 മാർക്കിന്, അതേപോലെ ഫ്ലൂയിഡ് മെക്കാനിക്സിനും ഹൈഡ്രോളിക് മെഷീൻസിൽ നിന്നും 9 മാർക്ക് വീതം ആ ഭാഗത്ത് ഉണ്ടാവും. ലാസ്റ്റ് തെർമൽ ആൻഡ് തെർമോഡൈനാമിക്സ് 7 മാർക്ക്. അങ്ങനെ നമുക്ക് ടോട്ടലി മെക്കാനിക്കലിന്റെ ഭാഗത്ത് നിന്നും 50 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. പകുതി 50 മാർക്ക്, അതിന് 50% മാർക്ക് മെക്കാനിക്കലിന്റെ ഭാഗത്ത്. ബാക്കി 50 വരുന്നത് സിവിലിന്റെ ഭാഗത്ത് നിന്നായിരിക്കും. അതിൽ സർവേയിങ്, ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് ഡ്രോയിങ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കോൺക്രീറ്റ് ടെക്നോളജി, സ്ട്രക്ചറൽ ഡിസൈൻ, ക്വാണ്ടിറ്റി സർവേയിങ്, അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്. ഈ ഭാഗത്ത് നിന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനും നമ്മളോട് കൊടുത്തിട്ടുണ്ട്. സോ അത് പ്രകാരം ഒരു 50 മാർക്ക് ഓൾറെഡി സിവിലിൽ നിന്നുണ്ടായിരിക്കും. 50 മാർക്ക് മെക്കാനിക്കലും 50 മാർക്ക് സിവിലും. അങ്ങനെ വരാനുള്ള കാരണം ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് സബ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 എന്നുള്ള ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകൾക്കും സിവിൽ കഴിഞ്ഞ ആളുകൾക്കും അപ്ലൈ ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സിലബസ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു പുതിയ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ടെക് PSCയിൽ ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാച്ചിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്കിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നത് കൊണ്ട് നമുക്ക് ഏർലി ബേർഡ് ഓഫറിലായിട്ട് നമ്മൾ ഈ കോഴ്സ് കൊടുക്കുന്നത് 5,999 രൂപക്കാണ് ഈ ഒരു കോഴ്സ് നൽകുന്നത്. ഫുള്ളി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡർ ക്ലാസ്സും അതോടൊപ്പം തന്നെ എക്സ്ട്രാ ലൈവ് സെക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ PDF നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. ഡൗട്ട് ക്ലിയറൻസിന് മെന്റർഷിപ്പിനും എന്നുള്ള ഫെസിലിറ്റീസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മോക്ക് ടെസ്റ്റുകൾ, അതേപോലെ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റുകൾ എല്ലാം തന്നെ നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കുന്നതായിരിക്കും. സോ കോഴ്സിൽ ജോയിൻ ചെയ്യാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടെക് PSCയുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സബ് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു സിലബസുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നമ്മളുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് അന്വേഷിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ സിവിലിലെ മെക്കാനിക്കലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും എക്സാം എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുക. അപ്പോൾ ഇതേപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.